നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പരമ്പരാഗതമായി കത്തോലിക്ക സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന രണ്ട് മണ്ഡലമാണ് ഏറ്റുമാനൂരും ഇടുക്കിയും. ഈ രണ്ട് മണ്ഡലങ്ങളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കയ്യിലും. ഏറ്റുമാനൂരിൽ കഴിഞ്ഞ തവണ മത്സരിച്ചത് പ്രിൻസ് ലൂക്കോസ്. ഇക്കുറി ഏറ്റുമാനൂർ സീറ്റ് തങ്ങൾക്ക് വിട്ടുതരണമെന്ന് കോൺഗ്രസ് ശക്തമായി PJ ജോസഫിനോട് ആവശ്യപ്പെട്ടു. ആരാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ജോസഫിന്റെ ചോദ്യം. ജോസഫ് വാഴയ്ക്കിന് സീറ്റ് നൽകാനാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ PJ ജോസഫിനോട് പറഞ്ഞു. കത്തോലിക്ക സഭയിലെ ചില മെത്രാന്മാരും ഇക്കാര്യം PJ ജോസഫിനോട് ആവശ്യപ്പെട്ടു. ഇക്കുറിയെങ്കിലും ആ ജോസഫ് വാഴയ്ക്കിനെ ഒന്ന് ജയിപ്പിക്കണം. ഏറ്റുമാനൂരിൽ വാഴയ്ക്കൻ മത്സരിച്ചാൽ ജയിക്കും. കാലങ്ങളായി കോട്ടയം വാഴയ്ക്കന്റെ തട്ടകമാണ്. 2011-16 കാലഘട്ടത്തിൽ മൂവാറ്റുപുഴ MLA ആയിരുന്നു ജോസഫ് വാഴയ്ക്കൻ. എന്നാൽ 2016 ചുവട് പിഴച്ചു. 2016 വാഴയ്ക്കൻ മൂവാറ്റുപുഴയിൽ തോറ്റതോടെ ആ മണ്ഡലം തന്ത്രപരമായി KC വേണുഗോപാൽ എടുത്ത് മാത്യു കുഴൽനാടന് നൽകി. 2021 തെരഞ്ഞെടുപ്പിൽ അന്ന് വാഴയ്ക്കനോട് രമേശ് ചെന്നിത്തല പോലും നീതി പുലർത്തിയില്ല. രമേശ് വാഴയ്ക്കനെ നേരെ വിട്ടത് കാഞ്ഞിരപ്പള്ളിയിലേക്ക്, അതും അവസാന നിമിഷം. ജയരാജന്റെ കയ്യിൽ ഭദ്രമായിരുന്നു കാഞ്ഞിരപ്പള്ളി മണ്ഡലം. അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാനെന്ന് വാഴയ്ക്കന് കഴിഞ്ഞില്ല. 2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എങ്കിലും കോൺഗ്രസിന്റെ ഏറ്റവും മുഖ്യ നേതാക്കളിൽ ഒരാളായ ജോസഫ് വാഴയ്ക്കനെ ഇക്കുറി നിയമസഭയിലെത്തിക്കണമെന്ന് ചിലർക്ക് വാശിയുണ്ടായി. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഏറ്റുമാനൂർ സീറ്റ് വാഴയ്ക്കന് നൽകാം എന്ന് കോൺഗ്രസ് നേതാക്കൾ ഏറ്റത്. എല്ലാ കാലത്തും വാഴയ്ക്കൻ നിലകൊണ്ടത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം. അതുകൊണ്ട് തന്നെ ഇക്കുറി തനിക്ക് വേണ്ടി രമേശ് കട്ടയ്ക്ക് നിൽക്കുമെന്ന് ജോസഫ് വാഴയ്ക്കൻ പ്രതീക്ഷിച്ചു. ഏറ്റുമാനൂർ സീറ്റ് ജോസഫ് വാഴയ്ക്കന് ഉറപ്പെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. KPCC അധ്യക്ഷനും ഇക്കാര്യം വാഴയ്ക്കനോട് പറഞ്ഞു. മണ്ഡലത്തിൽ പോയി പ്രചരണം തുടങ്ങാൻ KPCC ആവശ്യപ്പെട്ടതനുസരിച്ച് ഏറ്റുമാനൂരിൽ തെരഞ്ഞെടുപ്പ് ഓഫീസടക്കം ജോസഫ് വാഴയ്ക്കൻ സെറ്റ് ചെയ്തു. ഫ്ലെക്സുകളും പോസ്റ്ററുകളുമൊക്കെ പ്രിന്റ് ചെയ്തു. എല്ലാം മണ്ഡലത്തിലെത്തിച്ചു. എന്നാൽ ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ വലിയ അട്ടിമറിയാണ് അവിടെ നടന്നത്. ജോസഫ് വാഴയ്ക്കൻ്റെ സീറ്റെടുത്ത് നാട്ടകം സുരേഷിന് കൊടുത്തു. അതൊരു വല്ലാത്ത കഥയാണ്. ഈ കഥയ്ക്ക് പിന്നിൽ വില്ലന്മാരായി KC വേണുഗോപാൽ തുടങ്ങി ആന്റണി വരെയുണ്ട്. മറ്റു പലർക്കും ഈ ചതിയിൽ പങ്കുണ്ട്. അവസാന നിമിഷം ജോസഫ് വാഴയ്ക്കിന് സീറ്റ് ഉറപ്പിക്കാൻ കഴിയാതെ പോയ രമേശ് ചെന്നിത്തലയുടെ ഒരു പരാജയമാണത്. മറുവശത്ത് നിശബ്ദനായി നിന്ന VD സതീശൻ ആരെങ്കിലും വരട്ടെ എന്ന ഭാവം സ്വീകരിച്ചു. ജോസഫ് വാഴയ്ക്കിനെ മാത്രമല്ല വെട്ടിനിരത്തിയത്. ഇടുക്കി മണ്ഡലത്തിൽ ജോയി വെട്ടിക്കുഴിക്ക് പ്രതീക്ഷ നൽകി. ഒടുവിൽ ജോയി വെട്ടിക്കുഴിയെ വെട്ടിവീഴ്ത്തി. പൂജാർ സീറ്റ് നേരത്തെ തന്നെ അലോഷ്യസിന് നൽകാം എന്നേറ്റിരുന്നു. അലോഷ്യസ് സേവർ അവിടെ ആ പ്രതീക്ഷയിൽ ചില പ്രചരണ പരിപാടികളൊക്കെ തുടക്കമിട്ടിരുന്നു. എന്നാൽ പൂഞ്ഞാർ സീറ്റും അപ്രതീക്ഷിതമായി അലോഷ്യസിൽ നിന്ന് തട്ടിപ്പറിച്ചു. ഇതിനു പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ വല്ലാത്തൊരു കളിയുണ്ട്. ഇടുക്കിയിൽ മത്സരിക്കുന്ന റോയ് കെ പൗലോസ് യാക്കോബായ വിഭാഗക്കാരനാണ്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ അത്രയധികം യാക്കോബായക്കാരില്ല. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ ഇടഞ്ഞു നിൽക്കുന്നു. കത്തോലിക്ക സഭ വലിയ അതൃപ്തിയിലാണ്. ഏറ്റുമാനൂരിലും ഇടുക്കിയിലും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അവരുടെ കോപത്തിന് കാരണം. തങ്ങളുടെ കയ്യിൽ നിന്ന് സീറ്റ് തട്ടിപ്പറിച്ചെടുത്ത് തങ്ങൾ ആഗ്രഹിക്കാത്ത ചിലർക്ക് ഇപ്പോൾ സീറ്റ് നൽകി എന്നതാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പരാതി. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലും ഏറ്റുമാനൂരിലുമൊക്കെ ഇടഞ്ഞു നിൽക്കുകയാണ് PJ ജോസഫ് വിഭാഗം. ജോസഫ് വാഴയ്ക്കിന്റെ പേര് പറഞ്ഞാണ് PJ ജോസഫിന്റെ കയ്യിൽ നിന്ന് ഏറ്റുമാനൂർ സീറ്റ് ഒരു തവണത്തേക്ക് കോൺഗ്രസ് വാങ്ങിയെടുത്തത്. എന്നിട്ട് വാഴയ്ക്കനെ ചതിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും അടപടലം ചതിച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ കത്തോലിക്ക സഭയിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനെ തണുപ്പിക്കാൻ ആവുന്നത്ര ശ്രമിക്കുന്നു UDF. എന്നാൽ UDFിലെ ചില നേതാക്കൾ ഈ മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് അബദ്ധം പറ്റി എന്ന് തുറന്നു സമ്മതിക്കുകയാണ്. ഇടുക്കി സീറ്റ് ജോയി വെട്ടിക്കുഴിക്ക് നൽകും എന്ന പ്രതീക്ഷ നേരത്തെ തന്നെ ജോയിക്ക് നൽകിയിരുന്നു. ഒടുവിൽ ജോയിയെ തേച്ചൊട്ടിച്ചു. ആന്റണിയുടെ പാളിപ്പോയ ഒരു കളി കൂടി ഇതിനൊക്കെ പിന്നിലുണ്ട്. പൂഞ്ഞാർ സീറ്റ് ഏതായാലും തന്റെ നോമിനിക്ക് നൽകാൻ ആന്റണിക്ക് കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസുമായി ആന്റണിയുടെ മകന് വലിയ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓഫീസിൽ കൃത്യതയോടെ സഭയുടേതെന്ന പേരിൽ മറ്റു സമുദായങ്ങളുടേതെന്ന പേരിൽ ഓരോ കത്തുകളൊക്കെ എത്തിക്കാൻ ആന്റണിക്ക് കഴിയും. പൂഞ്ഞാർ സീറ്റ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സജി ജോസഫ് എന്നൊരു പാലാക്കാരനാണ്. സജി ജോസഫിന് പൂഞ്ഞാറുമായി വലിയ ബന്ധമില്ല. 6 മാസം കേരളത്തിൽ, പിന്നെ 6 മാസം വിദേശത്ത്. ഒരു പഞ്ചായത്തിനപ്പുറം യാതൊരുവിധ പ്രവർത്തന പരിചയവുമില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ സജി ജോസഫിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ. പൂഞ്ഞാറിൽ അലോഷ്യസ് സേവറിനല്ലായിരുന്നോ സീറ്റ് നൽകേണ്ടത് എന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ന്യായമായ ചോദ്യത്തിന് മുന്നിൽ മിഴിച്ചു നിൽക്കുകയാണ് KPCC. പാലാ നിയോജക മണ്ഡലത്തിലെ തലപ്പലംകാരനാണ് സജി ജോസഫ്. ഈരാറ്റുപേട്ടയിൽ ഒരു പ്രമുഖ പുട്ടുപൊടി നിർമ്മാണ കമ്പനിയുണ്ട്. അവരുടെ നോമിനിയായാണ് സജി ജോസഫിൻ്റെ രാഷ്ട്രീയ വരവ്, അതും പൂഞ്ഞാറിലേക്ക്.
പൂജാർ നിയോജകമണ്ഡലത്തിൽ തൻ്റെ ഒരു നോമിനിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആന്റോ ആന്റണി വാശി പിടിച്ചു. ആ വാശിക്ക് പിന്നിൽ ഈ പൊട്ടുപൊടിക്കാരൻ്റെ മോഹങ്ങളുമുണ്ട്. ഈ പൊട്ടുപൊടിക്കാരനെക്കുറിച്ച് നേരത്തെ ചില കഥകളൊക്കെ പ്രദേശത്ത് പ്രചരിച്ചിരുന്നു. പണ്ടൊരിക്കൽ പാലാ ബിഷപ്സ് ഹൗസിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനം, അന്ന് പ്രതിഷേധക്കാർക്ക് വരാൻ വാഹനം വിട്ടുകൊടുത്തത് ഈ പൊട്ടുപൊടിക്കാരൻ്റെ കമ്പനിയായിരുന്നു. എന്തായാലും പൊട്ടുപൊടിക്കാരനും ആന്റോ ആന്റണിയും തമ്മിൽ വലിയ ബന്ധം, ഇരുവർക്കും ഇടയിലുള്ള ബന്ധവും SDPI ബന്ധവുമൊക്കെ ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ചയാകുന്നു. അതുകൊണ്ട് തന്നെ പൂഞ്ഞാറിൽ അട്ടപടലം പാളി നിൽക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയം. ആന്റോ ആന്റണിക്ക് തന്റെ മോഹങ്ങൾ പൂഞ്ഞാറിൽ മുളപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ കാഞ്ഞിരപ്പള്ളി സീറ്റിൽ ആന്റോ ആന്റണി അടിപതറിയത് മറ്റൊരു സംഭവം. ആന്റോ ആന്റണിക്ക് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം ജിജി അഞ്ചാനിക്ക് കൊടുക്കണമെന്നുണ്ട്. ജിജി അഞ്ചാനി സഭയുടെ പ്രിയപ്പെട്ടവനും. അതുകൊണ്ട് തന്നെ ബിഷപ്സ് ഹൗസിൽ നിന്ന് പ്രത്യേക കത്തുകളൊക്കെ തയ്യാറാക്കി നേരെ ഡൽഹിയിലെത്തിച്ചു. അതും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ബിഷപ്പിൻ്റേതടക്കമുള്ള കത്തുകളെത്തി. രാഹുൽ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചു. സംഗതി ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചത് ആന്റോ ആന്റണിയാണ്. നാട്ടകം സുരേഷിന് കാഞ്ഞിരപ്പള്ളി സീറ്റ് ഉറപ്പിച്ച ഘട്ടത്തിലായിരുന്നു ആന്റോ ആന്റണിയുടെ ഇത്തരം നീക്കങ്ങൾ. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥി വേണം എന്ന വാശി ആന്റോ ആന്റണിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്സ് ഹൗസിനെ ഉപയോഗിച്ച് ശക്തമായ സമ്മർദ്ദം ചെലുത്തി. ഒടുവിൽ രാഹുൽ ഗാന്ധിക്കും ഒരു തോന്നൽ, കാഞ്ഞിരപ്പള്ളി സീറ്റെടുത്ത് ഒരു കത്തോലിക്കിന് തന്നെ നൽകാം. ജിജി അഞ്ചാനിയെ അവിടെ നിയോഗിക്കുമെന്നായിരുന്നു ആന്റോ ആന്റണി കരുതിയത്. എന്നാൽ ജിജി അഞ്ചാനിയുടെ ബയോഡേറ്റ പരിശോധിക്കുമ്പോൾ രാഹുലിന് ചില സംശയങ്ങൾ. കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിനു വേണ്ടി തയ്യാറാക്കിയ ലിസ്റ്റിലുള്ളവരുടെ ബയോഡേറ്റ അടിയന്തരമായി എത്തിക്കാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ ബയോഡേറ്റ രാഹുൽ ഗാന്ധിയുടെ മുന്നിലെത്തിയത്. പ്രൊഫസർ റോണി കെ ബേബിയുടെ ബയോഡേറ്റ രാഹുൽ ഗാന്ധി ഒന്ന് എടുത്തു നോക്കി. നല്ല ഉശിരുള്ള അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥാനാർത്ഥി. AICC പ്രതിനിധികളായി മണ്ഡലം സന്ദർശിക്കാനെത്തിയ ചില സെക്രട്ടറിമാരെ അന്ന് കാറിൽ കൂട്ടിക്കൊണ്ട് നടന്നത് റോണി കെ ബേബിയാണ്. അവർ അതുകൊണ്ട് തന്നെ ചില റെക്കമെൻഡേഷനുകളും അന്ന് നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മുന്നിലെത്തിയ ബയോഡേറ്റ രാഹുൽ ഗാന്ധിക്ക് ആകർഷകമായി തോന്നി. അങ്ങനെയാണ് ജിജി അഞ്ചാനിയെ വെട്ടി നേരെ റോണി കെ ബേബിക്ക് കാഞ്ഞിരപ്പള്ളി കൊടുക്കുന്നത്. ഇക്കാര്യം രാഹുൽ ഗാന്ധി KCയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സംസാരിച്ചു. ഇരുവരും ഒന്നും മിണ്ടിയില്ല. KC വേണുഗോപാലിന് റോണി കെ ബേബി അവിടെ നിർത്തുന്നതാണ് നല്ലത് എന്നൊരു തോന്നൽ. ചുരുക്കത്തിൽ കാഞ്ഞിരപ്പള്ളി സ്ഥാനാർത്ഥിയായി തന്റെ നോമിനിയെ വെക്കണം എന്ന ആന്റോ ആന്റണിയുടെ സ്വപ്നം ചീറ്റി. മറുവശത്തങ്ങനെ റോണി കെ ബേബി കാഞ്ഞിരപ്പള്ളിയിലെത്തി. നാട്ടകം സുരേഷ് അവിടെ നിന്ന് തെറിച്ചു. നാട്ടകം സുരേഷിന് സീറ്റ് വേണമെന്ന ആവശ്യം തുടർന്ന് ശിവഗിരി മഠത്തെ ഉപയോഗിച്ച് വലിയ സമ്മർദ്ദമായി ഉയർത്തുന്നു. ഏറ്റുമാനൂരിലാവട്ടെ ജോസഫ് വാഴക്കൻ തന്റെ പ്രചരണം തുടങ്ങി വെക്കുകയും ചെയ്തു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ട നാട്ടകം സുരേഷിന് ഏറ്റുമാനൂർ നൽകണമെന്ന ശക്തമായ സമ്മർദ്ദം. ഒരു ഈഴവ സ്ഥാനാർത്ഥി ഏറ്റുമാനൂരിൽ മത്സരിക്കണമെന്ന് ചിലർ രാഹുൽ ഗാന്ധി അടക്കം ധരിപ്പിച്ചു. ഇതിന് പിന്നിൽ KC വേണുഗോപാലിന്റെ തന്ത്രങ്ങളുമുണ്ടായിരുന്നു. ജോസഫ് വാഴക്കനെ സംബന്ധിച്ച് എക്കാലത്തും രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിന്ന ഒരു നേതാവാണ്. KCക്ക് അതുകൊണ്ട് തന്നെ വാഴക്കനോട് അത്ര പ്രതിപത്തിയില്ല. പണ്ട് I ഗ്രൂപ്പിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ വാഴക്കൻ്റെ ജൂനിയറായിരുന്നു KC വേണുഗോപാൽ. എന്നാൽ വാഴക്കൻ്റെയൊക്കെ തലയ്ക്ക് മുകളിൽ വളർന്നു നിൽക്കുന്ന KCയെ സംബന്ധിച്ച് വാഴക്കൻ നിയമസഭയിലെത്തിയാൽ അത് രമേശിനുള്ള പിന്തുണ കൂട്ടാൻ ഇടവരുത്തും. ഇവിടെ തൻ്റെ ശക്തി ഉപയോഗിച്ച് ഇത്തരം നീക്കങ്ങൾക്ക് തടയിടാൻ രമേശ് ചെന്നിത്തലയ്ക്കും കഴിഞ്ഞില്ല, അഥവാ നിസ്സംഗനായിപ്പോയി. ചുരുക്കത്തിൽ ജോസഫ് വാഴക്കനെ വെട്ടി നാട്ടകം സുരേഷിനെ ഏറ്റുമാനൂരിലേക്ക് പോസ്റ്റ് ചെയ്തു. കേരളത്തിൽ നിന്ന് ഹൈക്കമാൻഡിന് നൽകിയ പട്ടികയിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ തൻ്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ജോസഫ് വാഴക്കൻ ഇപ്പോൾ പറയുന്നു. മറ്റു ചില നേതാക്കളുടെ താൽപ്പര്യപ്രകാരം അവസാന നിമിഷം തന്നെ ഒഴിവാക്കിയെന്ന പരാതിയാണ് വാഴക്കന്. സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലും പാർട്ടി വിടാനോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനോ അദ്ദേഹം ഒരുങ്ങുന്നുമില്ല. തികച്ചും പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന ജോസഫ് വാഴക്കനെയാണ് നമ്മൾ ഇപ്പോൾ കോട്ടയത്ത് കാണുന്നത്. തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് ഇന്നലെ ഒരു ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിരുന്നു. കോട്ടയം ജില്ലയിലെ രാമപുരത്തെ KSU പ്രവർത്തകനായി തുടങ്ങിയ ആ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം ആ കുറിപ്പിൽ വരച്ചിട്ടു. ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പിടിവലിയാണ് നടന്നത്. പരമാവധി സതീശൻ ഗ്രൂപ്പുകാരെ വെട്ടിയൊതുക്കാൻ KC വേണുഗോപാലും രമേശ് ചെന്നിത്തല ഗ്രൂപ്പും A ഗ്രൂപ്പും മത്സരിച്ച് ശ്രമിച്ചു. ഫലമോ സതീശൻ ഗ്രൂപ്പിലെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഇക്കുറി സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞുള്ളൂ. സ്ഥാനാർത്ഥി നിർണയവേളയിൽ KC വേണുഗോപാലും പഴയ A ഗ്രൂപ്പും തമ്മിൽ ചില രഹസ്യ നീക്കങ്ങളും നടന്നു. പരമാവധി സീറ്റുകൾ അങ്ങനെ A ഗ്രൂപ്പ് തന്നെ നേടിയെടുത്തു. ജോസഫ് വാഴക്കൻ ചോദിച്ചത് പീരുമേടാണ്. എന്നാൽ ചെന്നിത്തലയും സതീശനും സണ്ണിയും നിർദ്ദേശിച്ചത് ഏറ്റുമാനൂർ. സണ്ണി ജോസഫ് ഇക്കാര്യത്തിൽ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു വാഴക്കന്. എന്നാൽ ഡൽഹിയിൽ വെച്ച് ഏറ്റവും നിർണായകമായ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ സണ്ണി ജോസഫ് നിശബ്ദനായി.
ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കനും കാഞ്ഞിരപ്പള്ളിയിൽ നാട്ടകം സുരേഷും പൂഞ്ഞാറിൽ അലൂഷ്യസും ഒറ്റ പേരുകാരായിരുന്നു എന്നത് വേണം നമ്മളിപ്പോൾ ഓർക്കാൻ. ഡൽഹിയിൽ വില്ലനായി അവതരിച്ച ആന്റോ ആന്റണിയാണ് ഈ ഫോർമുലയെല്ലാം അട്ടപടലം പാളിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഇതിന് പിന്നിൽ KC വേണുഗോപാലിൻ്റെ ഒരു ദുഷ്ടലാക്കുമുണ്ടായിരുന്നു എന്ന് വ്യക്തം. ജോസഫ് വാഴക്കനെ സംബന്ധിച്ച് അർഹതപ്പെട്ട സീറ്റാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 തോൽവിക്കപ്പുറം ജോസഫ് വാഴക്കനെ സംബന്ധിച്ച് പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട നേതാവും വളരെ നിർദ്ദയം വാഴക്കനെ വെട്ടിയൊതുക്കിയത് ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ. എന്നാൽ വാഴക്കനെ അവസാന നിമിഷത്തിൽ രക്ഷപ്പെടുത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല എന്നത് നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഐ ഗ്രൂപ്പിലെ കരുത്തനാണ് ശ്രീ രമേശ് ചെന്നിത്തല. എല്ലാ കാലത്തും രമേശ് ചെന്നിത്തലയ്ക്ക് ചാണക്യ സൂത്രങ്ങൾ പറഞ്ഞുകൊടുത്ത ജോസഫ് വാഴക്കനൊടുവിൽ ഔട്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക പരിഗണനകളും ഒക്കെയാണ് ഈ ലിസ്റ്റിന് പിന്നിൽ എന്ന് കോൺഗ്രസ് നേതാക്കൾ വിശദീകരിക്കുമ്പോൾ ഇത്തരം ഫോർമുലകൾ തങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ടവർക്ക് സ്ഥാനമുറപ്പിക്കാൻ മാത്രമാണ് നേതാക്കൾ ഉപയോഗിച്ചത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ചിലപ്പോൾ അവർ ശിവഗിരി മഠത്തെ ഉപയോഗിക്കും, ചിലപ്പോൾ കത്തോലിക്ക സഭയിലെ ബിഷപ്പുമാരുടെ കത്ത് ഉപയോഗിക്കും, മറ്റ് ചിലപ്പോൾ പാണക്കാടിൻ്റെ പേര് പറയും. സീറ്റുകൾ ഇങ്ങനെ അവസാന നിമിഷം വെച്ചുമാറിയതിൻ്റെ പേരിൽ ഏതൊക്കെ സീറ്റുകൾ ഇനി കളഞ്ഞുകുളിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മറുവശത്ത് LDF പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളാണ് മിക്കവയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ LDF ക്യാമ്പുകൾ വളരെ സന്തോഷത്തിലുമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗത്തിൻ്റെ N ജയരാജാണ് ഒരു വശത്ത് മത്സരിക്കുന്നത്, മറുവശത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അവിടെയാണിപ്പോൾ റോണി കെ ബേബിയെ UDF നിയോഗിച്ചിരിക്കുന്നത്. 2 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾക്കിടയിൽ N ജയരാജ് വീണ്ടും സുരക്ഷിതനാകുന്ന കാഴ്ച. കത്തോലിക്ക സഭ അംഗങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഇടുക്കി മണ്ഡലത്തിൽ UDFന് വലിയ മേൽക്കോയ്മയുണ്ട്. എന്നാൽ റോയ് കെ പൗലോസ് അവിടെ മത്സരിക്കുമ്പോൾ സമുദായ ഇക്വേഷനുകൾ അടപടലം തെറ്റുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ റോഷി ഇപ്പോൾ വലിയ പ്രതീക്ഷയിലും. KSU പ്രസിഡന്റ് എന്ന നിലയിൽ അലൂഷ്യസ് സേവറിന് പൂഞ്ഞാർ സീറ്റ് ഏകദേശം ഉറപ്പിച്ചിരുന്നതാണ്. അലൂഷ്യസ് സേവർ ആയിരുന്നു എങ്കിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലുമായി ഒരു പൊരിഞ്ഞ പോരാട്ടം നടന്നേനെ. ഇപ്പോഴിതാ പാലക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി, അതും ആന്റോ ആന്റണിയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ എന്ന പ്രചരണം അവിടെ ശക്തമാണ്. ഒപ്പം ഈരാറ്റുപേട്ടയിലെ പുട്ടുപൊടിക്കാരൻ്റെ കഥകളും ആ മണ്ഡലത്തിൽ പ്രചരിക്കുന്നു. ഫലമോ പൂഞ്ഞാർ സീറ്റും കൈമോശം വരുമെന്ന സ്ഥിതി. സീറ്റ് നിഷേധിക്കപ്പെട്ടതറിഞ്ഞ അലൂഷ്യസ് സേവ്യർ KSU പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനുള്ള ശ്രമം നടത്തി. എന്നാൽ നേതാക്കൾ ഇടപെട്ട് അതിൽ നിന്ന് അലൂഷ്യസിനെ പിന്തിരിപ്പിച്ചു. ജോസഫ് വാഴക്കൻ ആകെ നിരാശനാണ്. ഇതുവരെ മറ്റ് അഴിമതി ആരോപണങ്ങളൊന്നും ജീവിതത്തിൽ കേൾപ്പിക്കാത്ത ഒരു കറുതികർന്ന വ്യക്തിത്വമാണ് ജോസഫ് വാഴക്കൻ്റെ. പക്ഷെ പലപ്പോഴും അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കോട്ടയം ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയം വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകും. ഒരുപക്ഷെ വോട്ടെടുപ്പിന് മുൻപ് അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ശേഷം വലിയ പാളിച്ചകൾ കോട്ടയം ജില്ലയിൽ സംഭവിക്കുമെന്ന പേടി പൊതുവെ നേതൃത്വത്തിനും ഇപ്പോഴുണ്ട്. മറുവശത്ത് LDFും മാണി വിഭാഗവും ഒക്കെ വലിയ സന്തോഷത്തിലും. കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയം അട്ടപടലം പാളി എന്നത് വ്യക്തമാണ്.